അണ്ണയുടെ പോയി ചേച്ചി? അണ്ണ ഗ്യാസ് കുറ്റി എടുക്കാൻ പോയി. ആ എനിക്കറിയാം. ഗ്യാസ് ഇപ്പൊ കിട്ടാനില്ലേ? ഭയങ്കര പ്രശ്നം ഗ്യാസിന്റെ. ആ ഗ്യാസ് കിട്ടാനില്ല, അറിയത്തില്ല. എന്നാടാ എന്ത് ചെയ്യണം? ഞാൻ പശുവിന് പാല് കിടക്കുന്നു. എന്താ പോരുന്നോ? തമാശക്കാരി അടി പറ്റിയെന്നുണ്ട്. ഞാൻ 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നത്. നിനക്ക് എന്നാ എന്നെ കാണുമ്പോ ഒരേ ഇളക്കം? എത്ര വയസ്സായി ചേച്ചിക്ക്? എത്ര വയസ്സായി? എനിക്ക് 10-38 വയസ്സായി. 38 വയസ്സൊന്നും കള്ളം പറയാൻ ഒരു നാണമില്ല ചേച്ചി. ചേച്ചി കണ്ട സത്യം പറഞ്ഞാൽ 20 വയസ്സാണ് പറയാം. പക്ഷെ ഞാൻ ഒരു സത്യം പറയട്ടാ, ഇവിടുത്തെ അണ്ണ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അണ്ണൻ കാണാൻ ഇപ്പൊ ചേച്ചി ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ കിട്ടിയല്ല ചേച്ചി. ഓ ഇനി പറഞ്ഞിട്ടെന്നാ അങ്ങനെ വിധി അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ വിചാരിച്ച പല പ്ലാനും പദ്ധതിയും നടക്കും. എന്ത് പദ്ധതി? ഈ തുറപ്പായിട്ട് എന്താടാ സത്യം ചേച്ചി? ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. പോടാ കള്ളം. കള്ളോ? കള്ളൊന്നും അല്ല, സത്യം പറഞ്ഞ ചേച്ചി ഇവിടെ കല്യാണം കഴിച്ച് വന്നില്ലേ, ആ സമയം തൊട്ട് എന്റെ ഹൃദയത്തിലാണ് ചേച്ചി. പിന്നെ സംശയം ഉണ്ടല്ലേ? നെഞ്ചിൽ വെച്ച് വെക്കണം. ഉണ്ടാ ഇടിക്കുന്നുണ്ടാ? ഇടിക്കുന്നില്ല, പിന്നെ തുറക്കുന്നുണ്ട്. നെഞ്ചാ? അല്ല പിന്നെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഗേറ്റാ? എടാ നീ പിടിച്ചിരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. നിന്റെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ? നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നെന്ന്. അങ്ങനെ ഇങ്ങോട്ട് വന്നാ മോന് വന്നു. അല്ല അല്ല മോൻ വന്നോന്ന്. അങ്ങനെ എന്താ നേരത്തെ കുറച്ചുകൂടെ നേരത്തെ വരണമെന്നാ കരുതിയത്. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോ എന്റെ ഒരു തലതെറിച്ച മോനുണ്ടല്ലോ, നിനക്കറിയാലോ അവന്റെ സ്വഭാവം. അയ്യോ അച്ഛൻ എവിടെ പോണു, എന്തിനു പോണു, എന്ത് കാര്യം സാധിക്കാൻ പോണു. ഇത് കേട്ടപ്പോ എനിക്കിങ്ങ് ചൊറിഞ്ഞു പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു നീ നിന്റെ പാട് നോക്കി പോടാന്ന് പറഞ്ഞു. ഇപ്പൊ എവിടെയെങ്കിലും പോയി തന്നിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ എന്റെ പെണ്ണും പിള്ളേരുടെ ചോദ്യം അടുത്തത്, നിങ്ങൾ ഇതെവിടെ പോണ മനുഷ്യാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വാഴത്തോപ്പ് പോയി ഒരു കൊല കെട്ടിക്കൊണ്ട് വരട്ടെന്ന്. അപ്പൊ ഇതായിരുന്നല്ലേ അച്ഛന്റെ വാഴപ്പണ? നിന്നെ കാണാതിരിക്കുമ്പോ എന്റെ ഹൃദയം എന്തൊരു ഇടുപ്പാണെന്നറിയാം. നീ ഒന്ന് കൈവച്ച് നോക്കിയേ, ഇടിക്കുന്നില്ലേ? ഇടിക്കുന്നില്ല, തുറക്കുന്നുണ്ട്. എന്തോന്ന്? ഗേറ്റ് തുറക്കുന്നത്. അയ്യോ എന്തു ഭംഗി നിന്നെ അവനെന്തിനാടി ഇങ്ങോട്ട് വരണം? ഞാൻ ഇനി എങ്ങോട്ട് പോകും? എവിടെ പോയി വിളിക്കും? അടിയിലാടി ചാക്കറ്റ് എടുത്തു. എന്നെ തല്ലിക്കൊല്ലല്ലേ, ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ? പിടിച്ചേ. എന്തിന് ഇത് പിടി. നിങ്ങൾ ഇതുമായിട്ട് മുറ്റത്തോട്ടിറങ്ങിയിട്ട് ദേഷ്യപ്പെട്ട് പറയണം, ഇവിടെ ആയതുകൊണ്ട് കൊള്ളാം, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് പറയണം. നിങ്ങൾ അങ്ങനെ പറഞ്ഞാച്ചാ മതി. എങ്ങനെ പറയണം? ഇവിടെ ആയതുകൊണ്ട് കൊള്ളാം, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെട്ട് പറയണം. ദേഷ്യപ്പെട്ട് പറയണം. ദേഷ്യപ്പെട്ട് പറയണം. ഇവിടെ ആയിരുന്നോണ്ട് കൊള്ളാം, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ. ദേഷ്യപ്പെട്ട് പറയണം. ഇവിടെ ആയിരുന്നെങ്കിൽ. ഇവിടെ ആവുകൊണ്ട് കൊള്ളാം, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ. അത് പിന്നെ അവരച്ഛനും മോനും കൂടെ എന്തോ പറഞ്ഞൊന്ന് വഴക്കുണ്ടാക്കി. അയാള് കമ്പെടുത്ത് അടിച്ച് ഓടിച്ച് ആ ചെറുക്കൻ ഓടി വന്ന് നമ്മുടെ കട്ടിലിന്റെ കീഴെ കയറിയിരിക്കും. നിന്റെ അച്ഛൻ പോയി പോത്തോലെ വളർന്നു. അവൻ ഇപ്പോഴും അച്ഛനെ പേടി. പാവം അല്ലേ? പാവം. ദൂരം ഇനി അതിനൊട്ടില്ല ദൂരം ഒത്തൊരുമിക്കാൻ